ഇത് ഹൈദരാബാദിലെ ആദിത്യ പാർക്ക് ഹോട്ടലിലെ എൻ്റെ കിടപ്പുമുറിയാണ്. ഇന്നലെ ഹൈദരാബാദിലെത്തിയ ഞാൻ രാത്രിയിൽ ഈ മുറിയിലാണ് ഉറങ്ങിയത്. രാവിലെ തന്നെ കുളിച്ചു ഫ്രഷായി ഹൈദരാബാദിന്റെ നിരവധിയായ കാഴ്ചകൾ പകർത്തുന്നതിനായി ക്യാമറയുമായി പുറപ്പെടുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. റെസ്റ്റോറൻറ്റിൽ ബുഫേ ടേബിളിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ഭക്ഷണമെടുത്ത് കഴിച്ച് റിസപ്ഷനിലൂടെ പുറത്തേക്ക്. അപ്പോഴേക്കും ബാബ എന്ന ഡ്രൈവർ കാറുമായി എത്തിക്കഴിഞ്ഞു. കൃത്യനിഷ്ഠയുള്ള ഡ്രൈവറാണ് ബാബ. ഒരു കുഴപ്പമേയുള്ളൂ, ആൾ ക്യാമറയുടെ നേരെ നോക്കുകയേയില്ല. ലജ്ജയാണ്. ഹൈദരാബാദിന്റെ തെരുവുകളിൽ തിരക്ക് തുടങ്ങിയിട്ടില്ല. നഗരത്തിനകത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള കുറെ കാഴ്ചകളിലേക്കാണ് ഇന്ന് എൻ്റെ സഞ്ചാരം. ആദ്യമായി ഗോൽക്കൊണ്ട കോട്ടയിലേക്ക് പോകണം. ഇടയന്മാരുടെ കുന്നിൻപുറം എന്നാണ് ഗോൽക്കൊണ്ട എന്ന വാക്കിന് അർത്ഥം. ആ കുന്നിൻ മുകളിലാണ് ഹൈദരാബാദ് ഭരിച്ച കുത്തബ് ഷാഹി രാജവംശം അവരുടെ ഏറ്റവും വലിയ കോട്ട പണിതത്. അതാണ് ഗോൽക്കൊണ്ട കോട്ട. ബൻജാര ഹിൽസിന്റെ 1-ാം നമ്പർ റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര. സെലിബ്രിറ്റികളുടെ താമസ സ്ഥലവും പ്രാമാണിത്യമുള്ള കൊമേഴ്ഷ്യൽ സെന്ററുമൊക്കെയാണ് ബൻജാര ഹിൽസ്. 18-ാം നൂറ്റാണ്ടിൽ നിസാമിന്റെ നായാട്ട് സ്ഥലമായിരുന്നു ബൻജാര കുന്നിൻപുറം. സാവധാനം ഇവിടം ഒരു സുഖവാസ കേന്ദ്രമായി വികസിച്ചു. നിസാം കുടുംബത്തിലെ ചിലരാണ് ആദ്യം ബംഗ്ലാവുകൾ പണിത് ബൻജാര ഹിൽസിൽ താമസം തുടങ്ങിയത്. അതൊരു പ്രചോദനമായി. നഗരത്തിലെ അതിസമ്പന്നർ ബൻജാര ഹിൽസിൽ വീടുകൾ നിർമ്മിച്ചു തുടങ്ങി. കാലക്രമത്തിൽ ഹൈദരാബാദിലെ സെലിബ്രിറ്റികളുടെ താമസ കേന്ദ്രമായി അവിടം മാറുകയും ചെയ്തു. ബൻജാര ഹിൽസ് പിന്നിടുന്നതോടെ ജൂബിലി ഹിൽസിലേക്ക് എത്തുകയായി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള താമസ സ്ഥലങ്ങളിൽ ഒന്നാണ് ജൂബിലി ഹിൽസ്. 2005-ൽ ഇവിടുത്തെ 6 ഏക്കർ ഭൂമി 334 കോടി രൂപയ്ക്ക് വിൽപ്പന നടന്നത് വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഹൈദരാബാദിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശവും ജൂബിലി ഹിൽസാണ്. ധാരാളം വൃക്ഷലതാദികൾ, ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കിയിട്ടിരിക്കുന്ന പാതയോരങ്ങൾ, പ്രശസ്തരായ സിനിമാ താരങ്ങൾ, വൻകിട ബിസിനസ്സുകാർ, മുൻനിര രാഷ്ട്രീയ നേതാക്കൾ എന്നിവരൊക്കെ നഗരവാസത്തിനായി തിരഞ്ഞെടുക്കുന്നതും ജൂബിലി ഹിൽസ് തന്നെ. തെലുങ്ക് സിനിമാ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഇവിടെയാണ്. പ്രശസ്തമായ രാമനായിഡു സ്റ്റുഡിയോസ്, പത്മാലയ സ്റ്റുഡിയോസ്, അന്നപൂർണ സ്റ്റുഡിയോസ് തുടങ്ങി നിരവധി സിനിമാ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ആന്ധ്രയുടെ മീഡിയ രംഗവും ജൂബിലി ഹിൽസിനോട് ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. TV9, ടി ന്യൂസ്, മഹാ TV, V6, CVR ന്യൂസ് തുടങ്ങിയ ചാനലുകൾ ജൂബിലി ഹിൽസിലും തൊട്ടടുത്തു തന്നെയുള്ള കൗറി ഹിൽസിലുമായാണ്. US-ൽ ഹോളിവുഡിന് സമീപത്തെ ബെവേർലി ഹിൽസ് പോലെയാണ് ഹൈദരാബാദിന് ജൂബിലി ഹിൽസ്. ഹക്കീം പേട്ട് എന്ന സ്ഥലമാണ് താഴെ കാണുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ പ്രിയപ്പെട്ട പ്രദേശമായി അടുത്ത കാലത്ത് വളർന്നുവന്ന ഒരിടമാണത്. റോഡിന് വീതി കൂട്ടൽ ഉൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിക്കുന്നു. ധാരാളം വില്ലകളും അപ്പാർട്ട്മെന്റുകളുമെല്ലാം ഉയരുന്നത് കാണാം. ദൂരെ മലമുകളിൽ ഒരു കോട്ട കാണാം. അവിടെയാണ് എത്തേണ്ടത്. താഴ്വാരത്ത് ഇങ്ങനെയൊരു കവാടം കടന്നു വേണം കോട്ടയിലേക്ക് എത്താൻ. ബൻജാരി ദർവാസ എന്ന കവാടം. ഗോൽക്കൊണ്ട കോട്ടയുടെ താഴെയുള്ള പഴയ പട്ടണത്തിലേക്കുള്ള കവാടമായിരുന്നു ബൻജാരി ദർവാസ. കവാടം കടന്നു നീങ്ങുമ്പോൾ കോട്ടയുടെ താഴെയുള്ള ചില ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങുകയായി. ശരിക്കുള്ള ഗോൽക്കൊണ്ട കോട്ട മലയുടെ മുകളിലാണ്. അവിടേക്ക് പ്രവേശിക്കാൻ താഴെ കോട്ടമതിലിലെ വാതിലിന് മുന്നിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണിത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കോട്ട. അതിനുള്ളിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം. കോട്ടയ്ക്കുള്ളിൽ ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്നാണ് കരുതിയത്. ഇന്ത്യയിലെ മറ്റു പല ചരിത്ര സ്ഥലങ്ങളിലും അങ്ങനെ നിരോധനമുണ്ടല്ലോ. പക്ഷേ പ്രശ്നമൊന്നുമുണ്ടായില്ല. വൃത്തിയോടെയും പുരാതനത്വം നിലനിർത്തിക്കൊണ്ടും സംരക്ഷിക്കുന്നു എന്നതാണ് ഗോൽക്കൊണ്ട കോട്ടയിൽ ശ്രദ്ധേയമാവുന്ന കാര്യം. ധാരാളം കവാടങ്ങളും കമാനങ്ങളുമെല്ലാമുള്ള കോട്ട. തുറസായ പ്രദേശങ്ങളെല്ലാം പുൽത്തകിടി പിടിപ്പിച്ചും അലങ്കാരച്ചെടികൾ നട്ടും മനോഹരമായി പാലിക്കുന്നു. കോട്ടയുടെ മധ്യത്തിലായി വലിയൊരു മലയുണ്ട്. അവിടെയാണ് പ്രധാന കാഴ്ചയുള്ളത്. 10-ാം നൂറ്റാണ്ടിൽ ഹൈദരാബാദ് ഭരിച്ചിരുന്ന ഹിന്ദു രാജവംശമായ കാക്കാത്തിയയുടെ ചരിത്രത്തോളം നീളുന്നതാണ് ഗോൽക്കൊണ്ട കോട്ടയുടെ പുരാവൃത്തം.
കാക്കാത്തിയ രാജാവായിരുന്ന പ്രതാപരുദ്രൻ AD 945 975 ഇടയിലാണ് ഇവിടെ ആദ്യ കോട്ട നിർമ്മിച്ചത്. കോട്ടയുടെ പ്രധാന കവാടത്തിലേക്കാണ് ഞാനിപ്പോൾ എത്തുന്നത്. കവാടത്തിന്റെ സംരക്ഷണത്തിനെന്ന പോലെ വലിയൊരു മതിൽക്കെട്ട് ഇവിടെ കാണാം. ഇതാണ് വാതിൽ. അതിനു മുന്നിൽ നിരവധി കൊത്തളങ്ങളോടുകൂടി ഇങ്ങനെ മതിൽ പണിതു വച്ചിരിക്കുന്നു. ശത്രുക്കൾ നേരെ വാതിലിനടുത്തേക്ക് എത്താതിരിക്കാനുള്ള പ്രതിരോധം തന്നെയാണിത്. അതിബൃഹത്തായ ഗോൽക്കൊണ്ട കോട്ടയുടെ മുഖ്യ കവാടം. വാതിലിന് മുന്നിലുള്ള കോട്ടയുടെ ഭാഗം ബാലഹിസാർ എന്നാണ് അറിയപ്പെടുന്നത്. കവാടത്തെ ബാലഹിസാർ ഗേറ്റ് എന്നും വിളിക്കുന്നു. കുറച്ചുപേർ കോട്ട കാണാൻ എത്തിയിട്ടുണ്ട്. അവർക്ക് പിന്നാലെ ഞാനും കോട്ടയുടെ അകത്തേക്ക് നടന്നു. ഇവിടെ സവിശേഷമായൊരു ഭാഗമുണ്ട്. ക്ലാപ്പിംഗ് പോർട്ടിക്കോ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് കൈയടിച്ചാൽ മലമുകളിൽ ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്ന സൈനികർക്ക് അത് കേൾക്കാമായിരുന്നു അത്രേ. ക്ലാപ്പിംഗ് പോർട്ടിക്കോയോട് ചേർന്ന് ഇങ്ങനെയൊരു ഭാഗമുണ്ട്. മോർച്ചറി ബാത്ത് എന്നാണ് ഇതിന് ഗവേഷകർ നൽകിയിരിക്കുന്ന പേര്. ക്ലാപ്പിംഗ് പോർട്ടിക്കോയിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. കയറിയെത്തുന്നത് അസ്ലാഖാന എന്ന ഒരു കെട്ടിടത്തിന് മുന്നിലേക്കാണ്. ക്ലാപ്പിംഗ് പോർട്ടിക്കോയ്ക്കും അസ്ലാഖാനയ്ക്കുമിടയിലായി ഇങ്ങനെ ചില കെട്ടിട ഭാഗങ്ങളുണ്ട്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൊട്ടാരത്തിന്റെ ശേഷിപ്പുകളാണിത്. മേൽക്കൂര തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ തൂണുകളും കമാനങ്ങളുമെല്ലാം വർദ്ധിതമായ ഉറപ്പോടെ നിലകൊള്ളുന്നുമുണ്ട്. അതിനു മുന്നിൽ നിന്ന് നോക്കുമ്പോൾ മലയുടെ നെറുകയിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന കോട്ട കാണാം. പല തട്ടുകളായി കുന്നുകയറി പോയിരിക്കുകയാണ് കോട്ട. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. സുൽത്താൻമാരുടെ കാലത്ത് ഗോൽക്കൊണ്ടയിലെ ആയുധങ്ങളും വെടിമരുന്നുമൊക്കെ സൂക്ഷിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ്. ഇതാണ് അസ്ലാഖാന. 3 നിലകളുള്ള കെട്ടിടം. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിത്. പീരങ്കിയുണ്ടകൾ നിറച്ചിരുന്ന വലിയൊരു ഹാളും വാൾ, പരിച, കുന്തം തുടങ്ങിയ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന പ്രത്യേക മുറികളും അസ്ലാഖാനയിൽ ഉണ്ടായിരുന്നു. വലിയ തോതിൽ വെടിമരുന്ന് സൂക്ഷിക്കുമ്പോഴുള്ള അപകടം ഒഴിവാക്കാൻ ഈ കെട്ടിടത്തിലെ ചെറിയ പല അറകളിലായാണ് അത് നിറച്ചിരുന്നത്. അസ്ലാഖാനയുടെ മുന്നിലൂടെ കോട്ടയുടെ മറ്റു കാഴ്ചകളിലേക്ക് നടത്തം തുടരുകയാണ്. മലമുകളിൽ നിറയെ കൽനിർമ്മിതികൾ. ഏതാണ്ട് പൂർണ്ണമായും തകർന്നവയും ഭാഗിക തകർച്ച നേരിട്ടവയും ചെറിയ കേടുപാടുകളുള്ളവയും പൂർണ്ണതയോടെ നിലനിൽക്കുന്നവയുമായ കെട്ടിടങ്ങളുടെ വലിയ ശ്രേണി. മുകളിൽ കൂറ്റൻ കോട്ടകൾ. ഗോൽക്കൊണ്ട കോട്ട നിർമ്മിച്ച കക്കാത്തിയ രാജവംശത്തെ പരാജയപ്പെടുത്തി ഇസ്ലാമിക രാജവംശമായ ബാമിനി ഇവിടെ ചേക്കേറുന്നതോടെയാണ് ഈ കോട്ടയുടെ ചരിത്രത്തിന് വഴിത്തിരിവുണ്ടായത്. അക്കാലത്ത് ബാമിനി സുൽത്താനേറ്റിന്റെ തെലങ്കാന പ്രവിശ്യയുടെ ഗവർണറായിരുന്നു കുലീബ് കുത്തബ് ഷാ. ബാമിനി സുൽത്താനെ വെല്ലുവിളിച്ച് ഗുലി കുത്തബ് ഷാ ഇവിടം കേന്ദ്രീകരിച്ച് സ്വതന്ത്ര ഭരണം തുടങ്ങി. പിന്നീട് പ്രബലമായി തീർന്ന കുത്തബ് ഷാഹി രാജവംശത്തിന്റെ തുടക്കമായിരുന്നു അത്. അക്കണ്ണ മദർണ ഓഫീസ് എന്ന ഗവേഷകർ പേരിട്ടിരിക്കുന്ന കെട്ടിടത്തിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. സുൽത്താൻ ഭരണകാലത്ത് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾ ഇവിടെയായിരുന്നു. രേഖകൾ അടുക്കി വച്ചിരുന്ന കൽ റാക്കുകളും ഓരോ ചേംബറിനെയും വേർതിരിക്കുന്ന കർട്ടനുകളുമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത നാളിൽ വിവാഹിതരായവർ ഗോൽക്കൊണ്ട കോട്ടയെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർമാരുമൊത്ത് വന്നിരിക്കുകയാണ്. പുതുമയുടെ പ്രണയചാബല്യം മത്സരിച്ച് ക്യാമറയിലാക്കുകയാണ് ഫോട്ടോഗ്രാഫർമാർ. ഒരു കാലത്ത് പ്രണയങ്ങൾക്കും ദുരന്തങ്ങൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോട്ടയാണ് ഇത്. ഈ കോട്ട കേന്ദ്രീകരിച്ച് ഒരു രാജവംശം സ്ഥാപിച്ച സുൽത്താൻ ഖുലി കുത്തബ് ഷായുടെ അന്ത്യം തന്നെ ഒരു ദുരന്തമായിരുന്നു. തുർക്കിയിൽ നിന്നും കുതിരക്കച്ചവടക്കാരനായി വന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഖുലി കുത്തബ് ഷാ. തന്റെ സാമർഥ്യം കൊണ്ട് ബാമിനി വംശത്തിന്റെ ഗവർണറായി ഹൈദരാബാദിലെത്തിയ അദ്ദേഹം ഡക്കാൻ ഭൂമിയുടെ സുൽത്താൻ ആവുന്നതാണ് പിന്നീട് ചരിത്രം കണ്ടത്. അദ്ദേഹം ശക്തമായ ഒരു സൈന്യം രൂപീകരിച്ചു. ഗോൽക്കൊണ്ട കോട്ടയെ ശക്തമാക്കി.
ഹൈദരാബാദിനെ നല്ലൊരു നഗരമാക്കി മാറ്റി. ഈ കോട്ടയിൽ സർവപ്രതാപിയായിരുന്ന അദ്ദേഹം തന്റെ നാടിനെ ഭരിച്ചു. കോട്ടയുടെ ചില ഭാഗങ്ങളിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചില പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഹിന്ദുമതത്തെയും നല്ല രീതിയിൽ വളർത്തിയവരായിരുന്നു കുത്തബ് ഷാഹി രാജവംശത്തിലെ ഭരണാധികാരികൾ. അവരിൽ പലരും ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിച്ചവരുമായിരുന്നു. അത്ഭുതകരമായൊരു നിർമ്മിതിയാണ് ഗോൽക്കൊണ്ട കോട്ട. നടന്നെത്തുന്നത് പണ്ടത്തെ ഉദ്യാനത്തിനരികിലേക്കാണ്. നഗിന ബാഗ് എന്നറിയപ്പെടുന്ന ഉദ്യാനം. ഇന്നിത് ഒട്ടും ആകർഷകമായി തോന്നുന്നില്ലെങ്കിലും 4 നൂറ്റാണ്ട് മുൻപ് മനോഹരമായൊരു പൂങ്കാവനമായിരുന്നു ഇത്. ഇടതുവശത്ത് മലമുകളിൽ കൂറ്റൻ കോട്ട ഉയർന്നു നിൽക്കുന്നു. അതിന് മുകളിലേക്കാണ് എത്തേണ്ടത്. നഗിന ബാഗ് പിന്നിട്ട് മൂർത്ത ഗേറ്റ് എന്നൊരു കവാടവും കടന്ന് ഞാൻ നടത്തം തുടരുകയാണ്. ഇവിടെ മലമുകളിൽ ഏതാനും ജലസംഭരണികളുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം. വർഷം മുഴുവൻ കോട്ടയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മഴക്കാലത്ത് വെള്ളം ശേഖരിച്ചിരുന്ന സംഭരണികളിൽ ഒന്നാണിത്. ഒരു ചെറു നഗരം തന്നെ അന്ന് ഈ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നല്ലോ. രാജകുടുംബാംഗങ്ങളും സൈനികരും പരിചാരകരും ഉദ്യോഗസ്ഥരുമെല്ലാമായി 3000 മുതൽ 7000 വരെ ആളുകൾ പല കാലങ്ങളിൽ ഗോൽക്കൊണ്ട കോട്ടയിൽ വസിച്ചിരുന്നതായാണ് കണക്ക്. ആയുധ നിർമ്മാണശാലകളും ആഭരണ നിർമ്മാതാക്കളും വരെ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. വലിയ സംഘങ്ങൾ തന്നെ ഗോൽക്കൊണ്ട കോട്ട കണ്ടുകൊണ്ട് മല കയറി വരുന്നത് കാണാം. പടവുകളിൽ ആരോ ചന്ദനവും കുങ്കുമവും ചാർത്തിയിരിക്കുന്നു. ഇനിയാണ് ശരിക്കുമുള്ള മലകയറ്റം തുടങ്ങുന്നത്. നല്ല വെയിലുണ്ട്. ശ്രമകരമായൊരു ജോലി തന്നെയാണ് മലകയറ്റം. മലമുകളിൽ അക്കാണുന്ന കോട്ടഭാഗം വരെ കയറേണ്ടതുണ്ട്. കുറച്ചുകൂടി മുകളിലേക്ക് കയറി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുരാനഗരത്തിന്റെ അവശിഷ്ടങ്ങളാണ് കാഴ്ചയിൽ. ഗോൽക്കൊണ്ട കോട്ട എന്ന കേട്ടറിവ് മാത്രമേ നമ്മിൽ പലർക്കുമുണ്ടാവൂ. നേരിൽ ഇങ്ങനെ കാണുമ്പോഴാണ് എത്ര ബൃഹത്തായൊരു നിർമ്മിതിയാണിതെന്ന് അറിയുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായിരുന്നു ഇത്. 1500കളിലും 1600കളിലും പ്രബലമായിരുന്ന ഒരു നാട്ടുരാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രം. ഭരണാധികാരികളുടെ ശത്രുനീക്കത്തെ ചൊല്ലിയുള്ള ഉത്കണ്ഠയെക്കുറിച്ചുകൂടി ഇതിങ്ങനെ കാണുമ്പോൾ ചിന്തിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു മന്ദിരമുണ്ട്. കനത്ത കരിങ്കൽ ചുവരുകളുള്ള വീതി കുറഞ്ഞ് നീളമേറിയ ഒരു കെട്ടിടം. രാംദാസ് പ്രിസൺ എന്നാണ് പുതിയ കാലത്ത് ഗവേഷകർ ഇതിനു നൽകിയിരിക്കുന്ന പേര്. ഒറ്റവാതിൽ മാത്രമേ കെട്ടിടത്തിനുള്ളൂ. ആദ്യകാലത്ത് കോട്ടയ്ക്കുള്ളിൽ ധാന്യവും മറ്റു ഭക്ഷ്യവസ്തുക്കളും സൂക്ഷിക്കാനുള്ള അറയായിരുന്നു ഇത്. പിന്നീട് ഇതൊരു ജയിലായി മാറി. അക്കാലത്തെ നികുതിപ്പിരിവുകാരനായ രാംദാസിനെ ജോലിയിൽ ഗുരുതര വീഴ്ച വരുത്തിയതിന് സുൽത്താൻ 12 വർഷം തടവിലിടുകയായിരുന്നു. ഇനിയും ഏറെ കയറാനുണ്ട്. റാമ്പുകളായും ഉയരം കുറഞ്ഞ പടവുകളായുമാണ് മലയിലെ വഴികൾ. അത് മലകയറ്റത്തിന്റെ ക്ഷീണം കുറയ്ക്കുന്നു. ചെറുപടവുകൾ കയറാൻ എളുപ്പമാണു താനും. ഈ പടവുകളിലൊക്കെ ചന്ദനവും കുങ്കുമവും കൊണ്ട് കുറി തൊട്ടിട്ടുണ്ട്. കുറെ കൂടി കയറി തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു ദൃശ്യമുണ്ട്. ഹൈദരാബാദ് നഗരമങ്ങനെ സമുദ്രസമാനമായി പരന്നുകിടക്കുന്നു. ഗോൽക്കൊണ്ട കോട്ട ആദ്യം പണിത രാജാവ് പ്രധാനമായും ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക ഇവിടെ നിന്നുള്ള തന്റെ രാജ്യത്തിന്റെ വിശാലമായ കാഴ്ച തന്നെയായിരിക്കാം. അതോടൊപ്പം ശത്രുക്കളുടെ വരവ് മുൻകൂട്ടി കണ്ടറിയുകയും ലക്ഷ്യമായിരുന്നിരിക്കാം. ഇവിടെ ഇതാ മറ്റൊരു നിർമ്മിതി. അംബർഖാന എന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത്. സുൽത്താൻ അബ്ദുള്ള ഖുത്തബ് ഷാ എന്ന ഭരണാധികാരിയുടെ കാലത്ത് 1642 അംബർഖാനയുടെ നിർമ്മാണം. കോട്ടയിലെ മറ്റൊരു കലവറയായിരുന്നു ഇത്. ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടം. ശത്രുക്കൾ കോട്ട വളഞ്ഞാലും മാസങ്ങളോളം കോട്ടയിലുള്ള ആയിരങ്ങൾക്ക് ജീവിക്കേണ്ടിയിരുന്നു. അതുകൊണ്ടുതന്നെ എല്ലാ സമയത്തും ഇവിടെ പല കെട്ടിടങ്ങളിലായി ഭക്ഷ്യധാന്യങ്ങൾ നിറച്ചുവെച്ചിരുന്നു. വീണ്ടും മലകയറ്റം. ഇതുവഴി നഗരവാസികളും പട്ടാളക്കാരും പരിചാരകരുമെല്ലാം നീങ്ങിയിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഓർക്കുക. കുറച്ചുകൂടി ചെല്ലുമ്പോൾ മുന്നിൽ ഒരു മോസ്ക് കാണാം. ഇബ്രാഹിം മോസ്ക്. കുത്തബ് ഷാഹി വാസ്തുവിദ്യയുടെ പ്രതീകമായി ഗവേഷകർ വിലയിരുത്തുന്ന മോസ്കാണിത്. അതിനെ ഞാൻ പല ആംഗിളിൽ പകർത്തിയെടുക്കുകയാണ്.
മോസ്ക് പിന്നിട്ട് അല്പം കൂടി മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ജഗദംബ മാ ക്ഷേത്രം. കാളിയാണ് ഇതിലെ പ്രതിഷ്ഠ. ഇതാണ് ശ്രീകോവിൽ. സുൽത്താൻമാരുടെ കാലത്ത് ധാരാളം ഹിന്ദുക്കളും കോട്ടയിൽ വസിച്ചിരുന്നു. അവരുടെ ആരാധനാ സ്ഥലമായിരുന്നു ഇത്. പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് ഈ കാഴ്ചയൊക്കെ കൗതുകം. ക്ഷേത്രം കടക്കുമ്പോൾ ബെറാധാരി എന്നറിയപ്പെടുന്ന വലിയൊരു കെട്ടിടത്തിനടുത്തേക്കാണ് എത്തുന്നത്. സുൽത്താൻമാരുടെ ദർബാർ ഹാൾ ഇതായിരുന്നു. മലയിൽ ഏറ്റവും ഉയരത്തിലുള്ള നിർമ്മിതി ഇതാണ്. കോട്ടക്കുന്ന് കയറുന്ന ടൂറിസ്റ്റുകളുടെയെല്ലാം പ്രധാന ലക്ഷ്യസ്ഥാനം ബെറാധാരി തന്നെ. ഞാനും ദർബാർ ഹാളിനകത്തേക്ക് കയറി. വലിയൊരു കെട്ടിടം തന്നെയാണ് ദർബാർ ഹാൾ. ഒറ്റ ഹാൾ എന്നതിലുപരി നിരവധി തൂണുകളും കനത്ത ഭിത്തികളും കൊണ്ട് വേർതിരിക്കപ്പെട്ട പല മുറികളുടെ ഒരു സമുച്ചയമാണിത്. കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ രാജ്യസഭ മേളിച്ചിരുന്നതും അവർ പൊതുജനങ്ങളുടെ ആവലാതികൾ കേട്ടിരുന്നതും ബെറാധാരിയിൽ വെച്ചാണ്. തന്ത്രപ്രധാനമായ ഒരു മന്ദിരമായി കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബെറാധാരിയുടെ ഏതോ നിലവറയുടെ അടിഭാഗത്തു നിന്നും ഒരു രഹസ്യ തുരങ്കം പുറപ്പെടുന്നുണ്ടെന്നും അത് ഓൾഡ് സിറ്റിയിലെ ഗോഷ മഹലിൽ ചെന്നെത്തുന്നുവെന്നും ഒരു വിശ്വാസം നിലവിലുണ്ട്. പക്ഷേ ആ തുരങ്ക വഴി കണ്ടെത്താൻ ഇതേവരെ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു രഹസ്യപാത ഉണ്ടായിട്ടും അവസാനത്തെ കുത്തബ് ഷാഹി സുൽത്താൻ അബ്ദുൽ ഹസൻ തനാഷിന് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. ഔറംഗസേബിന്റെ മുഗൾപ്പട ഗോൾക്കൊണ്ട കോട്ടയുടെ അകത്ത് കിടന്ന് ഹസൻ തനാഷിനെ ബന്ധനസ്ഥനാക്കുകയും ഹൈദരാബാദിന്റെ ഭരണം ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത്. ദർബാർ ഹാളിന്റെ ചുവരുകളിലെല്ലാം ആധുനിക കാലത്തിന്റെ പ്രണയ സന്ദേശങ്ങൾ തെളിഞ്ഞുകിടക്കുന്നുണ്ട്. ഒരു ചരിത്ര സ്മാരകത്തെ കൂടി വികൃതമാക്കിയിരിക്കുന്നു. പടവുകൾ കയറി ഒടുവിൽ ദർബാർ ഹാളിന്റെ ടെറസിലേക്കെത്തി. വിശാലമായൊരു ടെറസ്. ഇവിടെ നിൽക്കുമ്പോൾ താഴെ മനോഹരമായ കാഴ്ചയാണ്. മലയുടെ ഒരു ചെരിവ് മുഴുവൻ വനപ്രദേശം പോലെ കിടക്കുന്നു. അതിനിടയിലൂടെയൊക്കെ കോട്ടമതിൽ വളഞ്ഞു പുളഞ്ഞു പോകുന്നത് കാണാം. വലിയൊരു മലയെ ആകെ ചുറ്റി നിൽക്കുകയാണ് കൽമതിൽ. മലയിൽ പലയിടത്തും പാറക്കൂട്ടങ്ങൾക്കിടയിൽ കോട്ടനഗരത്തിന്റെ ഭാഗമായ കെട്ടിടങ്ങൾ കാണാം. നിരീക്ഷണ നിലയങ്ങളും സൈനിക കേന്ദ്രങ്ങളുമെല്ലാമായിരുന്നു അത്തരം പല നിർമ്മിതികളും. ബെറാധാരിയുടെ ഏറ്റവും മുകളിലെ നില ഇങ്ങനെയാണ്. മല കയറിയെത്തുന്ന സഞ്ചാരികൾ വിശ്രമിക്കാനുള്ള ഒരിടമായാണ് ഇപ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഹൈദരാബാദ് നഗരം പൂർണ്ണമായ വിശാലതയിൽ കാണാവുന്ന മറ്റൊരിടമില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നീണ്ടു പരന്നു കിടക്കുന്ന തെലങ്കാനയുടെ ഭൂവിടങ്ങളാണ് കൺമുന്നിൽ. കോട്ടയിലെ അന്തഃപുരങ്ങളും സുൽത്താൻ വസിച്ചിരുന്ന കൊട്ടാരക്കെട്ടുകളുമെല്ലാമാണ് ഇക്കാണുന്നത്. ചൈനയിലെ ഫോർബിഡൻ സിറ്റി പോലെ കനത്ത ഒരു മതിൽക്കെട്ടിന് നടുവിലാണ് സുൽത്താൻ കുടുംബം വസിച്ചിരുന്ന കെട്ടിടങ്ങൾ. കോട്ടയ്ക്കുള്ളിലെ മറ്റൊരു കോട്ടമതിലിനകത്താണ് അതെന്ന് പറയാം. ഗോൽക്കൊണ്ടയിൽ ഞാൻ ഇതുവരെ പോകാത്ത ഭാഗമാണ് അത്. ഒട്ടേറെ കനത്ത കെട്ടിടങ്ങളും തുരങ്കവഴികളും ഉദ്യാനങ്ങളും അവിടെ കാണാം. വലിയ തകർച്ച നേരിട്ടിട്ടില്ലാത്ത കെട്ടിടങ്ങളാണ് അവയിൽ പലതും. ഇനിയും ഒരു 2 കിലോമീറ്റർ നടന്നാലേ താഴെയെത്തൂ. ഗോൽക്കൊണ്ടയുടെ നെറുകയിലെ കനത്ത ഒരു നിർമ്മിതിയാണ് ബെറാധാരി. മല കയറി സന്ദർശകർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇനി മലയിറക്കം തുടങ്ങുകയാണ്. വന്ന വഴിയേ അല്ല മടക്കം. മറ്റൊരു ചെരുവിലെ കോട്ടഭാഗങ്ങൾ കൂടി കണ്ടുവേണം മലയിറങ്ങാൻ. മലയിൽ ഇതിനകം തന്നെ ഞാൻ 5 കിലോമീറ്ററിലേറെ നടന്നു കഴിഞ്ഞു. പല ഭാഗത്തും ഇങ്ങനെ എഴുന്നു നിൽക്കുന്ന കൂറ്റൻ പാറകൾ കാണാം. അതിനിടയിലൂടെയാണ് കോട്ടമതിലും പടവുകളും വലിയ മന്ദിരങ്ങളുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പടവുകൾ ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ അല്പം മുൻപ് ഞാൻ സന്ദർശിച്ച ദർബാർ ഹാളും അതിന്റെ ടെറസും കാണാം. വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളുടെ വലിയ സംഘങ്ങൾ അവിടേക്ക് കയറിപ്പോകുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഗോൽക്കൊണ്ട കോട്ട സന്ദർശിക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണ പാരമ്പര്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് ഗോൽക്കൊണ്ട കോട്ട. താഴെ അന്തഃപുര ഭാഗങ്ങൾ. കുത്തബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻമാർക്കെല്ലാം നിരവധി ഭാര്യമാരുണ്ടായിരുന്നു.
1580 അന്തരിച്ച സുൽത്താൻ ഇബ്രാഹിം ഖുലിയുടെ പുത്രൻ മുഹമ്മദ് ഖുലി കുത്തബ് ഷാ ആയിരുന്നു ഗോൽക്കൊണ്ട കണ്ട ഏറ്റവും ജനകീയനായ സുൽത്താൻ. ഇബ്രാഹിം ഖുലിക്ക് ഭഗീരഥി എന്ന ഹിന്ദു ഭാര്യയിൽ ജനിച്ച പുത്രനായിരുന്നു മുഹമ്മദ് ഖുലി. ഷാജഹാന് മുംതാസ് എന്ന പോലെ മുഹമ്മദ് ഖുലിക്കുമുണ്ടായിരുന്നു ഒരു പ്രാണപ്രേയസി. അവളോടുള്ള പ്രണയമാണ് ഹൈദരാബാദ് എന്ന സുന്ദര നഗരനാമത്തിന് തന്നെ നിദാനമായത്. ആ ചരിത്രത്തിലേക്ക് ഞാൻ സഞ്ചാരം തുടരുകയാണ്.